ഓഹരി വിപണിയുടെ ചുവപ്പ് രാശിക്കിടയിൽ അദാനി കമ്പനികളുടെ വിലയിൽ കുതിച്ചുകയറ്റം. ട്രംപ് പ്രസിഡന്റ് ആകുന്നതോടെ അമേരിക്കയിലെ കോഴക്കേസിൽ അദാനിക്ക് ഊരാനാകുമെന്നും ഫണ്ട് സമാഹരണം കൂടുതൽ എളുപ്പമാകുമെന്നും ഒരു ഊഹാപോഹം. വലിയ ഓർഡർ കിട്ടിയെന്ന് മറ്റൊരു ഊഹം. 19% വരെയൊക്കെ വില പറപറക്കാൻ അത് മതി. ട്രംപിന്റെ 20-ലെ സ്ഥാനാരോഹണം ഗംഭീരമാക്കാൻ വ്യവസായ ഭീമന്മാരുടെ സംഭാവനകൾ കൂമ്പാരമായി. ഇതിനകം സമാഹരിച്ചത് $20 കോടി. ജോ ബൈഡന് 4 വർഷം മുമ്പ് കിട്ടിയതിന്റെ 3 ഇരട്ടിയിലേറെ. $10 ലക്ഷം നൽകുന്നവരുടെ പട്ടികയിൽ ഗൂഗിളും മെറ്റയും ബോയിങ്ങും ഒക്കെയുണ്ട്. ഷീസ്വാൻ ചട്നിയെ ചൊല്ലി ഡാബറും ക്യാപിറ്റൽ ഫുഡ്സ് ഉടമ ടാറ്റ കൺസ്യൂമേഴ്സുമായുള്ള തർക്കം ഡൽഹി ഹൈക്കോടതിയിൽ. തങ്ങളുടെ ബ്രാൻഡ് നാമം ഡാബർ ഏറ്റെടുത്തത് ട്രേഡ് മാർക്ക് ദുരുപയോഗമെന്ന് ക്യാപിറ്റൽ ഫുഡ്സ്. ചട്നി പോലുള്ള ജനറിക് നാമങ്ങളിൽ എതിർകക്ഷിക്ക് എന്തവകാശമെന്ന് ഡാബർ. മഞ്ഞളിന് മെച്ചപ്പെട്ട പരിഗണന. ദേശീയ മഞ്ഞൾ ബോർഡ് തെലങ്കാനയിലെ നിസാമാബാദിൽ പിറന്നു. മഞ്ഞളിന്റെ ഏറ്റവും വലിയ ഉൽപാദകരും ഉപഭോക്താവും കയറ്റുമതിക്കാരുമായ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 5 വർഷം കൊണ്ട് $100 കോടി ലക്ഷ്യം. കൊച്ചിയിൽ എന്ന പോലെ തിരുവനന്തപുരത്തും വേൾഡ് ട്രേഡ് സെന്റർ നിർമ്മിക്കാൻ ധാരണാപത്രം. IT കമ്പനികളെ ആകർഷിക്കാൻ പാകത്തിൽ ബ്രിഗേഡ് ഗ്രൂപ്പാണ് $400 കോടി നിക്ഷേപത്തിന് ഒരുങ്ങുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.